സോ ഗൈസ്, അങ്ങനെ ഭരതനാട്യം 2 മോഹിനിയാട്ടം മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. കണ്ടിട്ട് പറയേണ്ടി വരുമ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതൊരു സർപ്രൈസ് പാക്കേജ് ആണ്. അതായത് ആദ്യ ഭാഗം കണ്ടവർക്ക് ഡൗട്ട് ഉണ്ടാക്കും സീക്വൽ വർക്ക് ആവുകയില്ലെന്ന്. പക്ഷെ അതവർ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സേഫ് ആയിട്ട് തന്നെയാണ് അവർ എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു മാസ് പടമല്ല, ഫുൾ സീരിയസ് സിനിമയും അല്ല. ഇതൊരു പെർഫോമൻസ് മേക്ക് ബേസ്ഡ് ആയിട്ടുള്ളൊരു ഡാർക്ക് കോമഡി എൻ്റർടൈനർ ആണ്. ഡാർക്ക് കോമഡി ഒക്കെ ഇഷ്ടമുള്ളവർക്ക് എന്താണെങ്കിലും 100% ഈ പടം കണക്റ്റ് ആവും. അതുപോലെ തന്നെ ഇതൊരു സിമ്പിൾ സ്റ്റോറി എടുത്തിട്ട് ഡയറക്ടർ ക്യാരക്ടേഴ്സ് വഴി സ്ലോലി ബിൽഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ വേൾഡ്. ട്വിസ്റ്റ് ഓവർലോഡ് അല്ല, ഫോഴ്സ് ചെയ്ത ഒരു ഡ്രാമയും ഇല്ല. അതേപോലെ തന്നെ സീൻ ടു സീൻ സ്മൂത്ത് ഫ്ലോയും നമുക്ക് കിട്ടും. അതിനെ സിനിമ ഒരിക്കലും ഹെവി ഫീലിംഗ് കൊടുക്കത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് ഹ്യൂമർ ആണെങ്കിൽ ഇത് ജസ്റ്റ് കോമഡി അല്ല, സെറ്റയർ ആയിട്ടുള്ള സർക്കാസവും അതിൻ്റെ കൂടെ റിയാലിറ്റിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിലത്തെ കോമഡി ഉണ്ടാക്കിയിരിക്കുന്നത്. റിലീജിയൻ, ബിലീഫ്, ബ്ലൈൻഡ് ഫെയ്ത്ത് ഇവയെ നേരിട്ട് അറ്റാക്ക് ചെയ്യില്ല, പക്ഷേ ചില സിറ്റുവേഷനിൽ എക്സ്പോസ് ചെയ്യും. ചില സീൻസിൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞ പോലെ വാഴ ടു ഇൻഡസ്ട്രി ഹിറ്റ് തൂക്കാനുള്ള ഒരു തൂക്കിയടിക്കുള്ള എല്ലാ ചാൻസസും ഇപ്പോൾ ഉണ്ട്. അത് ഈ കഴിഞ്ഞ നിങ്ങൾ കളക്ഷനൊക്കെ കണ്ടാൽ അറിയാലോ, 150 കോടിയായി. പിന്നെ ഞാൻ ഇനി ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമ പാട്രിയറ്റ് ആണ്, മെയ് 1. വേറെ സിനിമ ഉണ്ടോയെന്ന് നോക്കണം. വിഷുവിന് നമുക്ക് പള്ളിച്ചട്ടമ്പി ഞാൻ ഇന്നലെ റിവ്യൂ ഇട്ടു, അത് കണ്ടവർക്ക് മനസ്സിലായി കാണും ഞാൻ എന്നാ പറഞ്ഞത്. പിന്നെ അതേപോലെ തന്നെ ഈ ജനനായക മൂവി ആയിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ നമ്മുടെ തളപതി വിജയുടെ ഒരു പടം കൂടെ വരുന്നുണ്ട്, തളപതി 17. അത് കുറച്ചൊക്കെ കൺഫേംഡ് ആണെന്ന് പറയാം, എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഫുള്ളി അങ്ങോട്ടായിട്ടില്ല. പിന്നെ ഇത് പൊളിറ്റിക്സും എല്ലാം കൂടെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് കൺഫേംഡ് ആണ്, ഓവറോൾ അല്ല. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ദൃശ്യം 3 അത് ഒരു വലിയ ഇതാണ്. പക്ഷെ ദൃശ്യം 2 ഈ ഇടയ്ക്ക് തിയേറ്ററിൽ ഇറങ്ങിയെങ്കിലും ഞാൻ കാണാൻ പോയില്ല, കാരണം ഞാൻ ഇത് കുറേ വട്ടം ടി വിയിലും ഒക്കെ കണ്ടുകൊണ്ട്. ദൃശ്യം 2 എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതാണ്, പക്ഷെ ഞാൻ പോയില്ല. എന്താണേലും എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. സിനിമ എത്ര നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കിയാലും എനിക്ക് ഒരു വശം കണ്ട പടം വീണ്ടും കാണുന്ന ഇഷ്ടമില്ല. അത് എൻ്റെ പേഴ്സണൽ ടേക്കാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അല്ലായിരിക്കും. പിന്നെ എല്ലാ പടവും നിങ്ങൾ പോയി കാണണമെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ചെയ്യുവാണെങ്കിൽ പോയി കാണണം. പിന്നെ നമ്മുടെ ആട് 3 120 കോടിക്കടുത്ത് കണ്ട എന്നാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നവരെ കിട്ടുന്നത്. എന്താണ് എപ്പിക് ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാവുന്ന ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ സബ്സ്ക്രൈബർ അറിയാത്തതുകൊണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യത്തില്ല. എനിക്ക് 4 സബ്സ്ക്രൈബർ എന്തോ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എനിക്ക് പറയാനുള്ളത്, മോഹിനിയാട്ടം ഒരു ബെസ്റ്റ് മൂവിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് ഹ്യൂമർ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടും. അപ്പം വീണ്ടും സന്ധിക്കുവരേക്കും വണക്കം.